ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരേഖത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ദീപ പ്രകാശനെയും കല്യാണിയെയും അകത്തേക്ക് അവർ ചെന്ന് കാണുന്ന സമയത്ത് ദീപ പ്രകാശനോട് പറയുന്നുണ്ട്, ഒരു വാക്കുകൊണ്ട് പോലും എൻ്റെ മോളെ വേദനിപ്പിക്കരുത് പ്രകാശേട്ട എന്ന് പറയുമ്പോൾ, ഇല്ലടി ഒരിക്കലും ഇല്ല. അപ്പോൾ അടുത്ത ജന്മത്തിലും എനിക്കിതുപോലൊരു മോളുടെ അമ്മയായി തന്നെ എനിക്കിതുപോലൊരു മോളെ കിട്ടണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയം അടുത്ത ജന്മത്തിലല്ല, ഈ ജന്മത്തിൽ തന്നെ നമ്മളെല്ലാവരും ഒന്നിച്ച് തന്നെയാണ് ജീവിക്കാൻ പോകുന്നത്, നീ അങ്ങനെയൊന്നും പറയല്ലേ എന്ന് പ്രകാശം പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കല്യാണി പറയാണ്, അതല്ല അമ്മയ്ക്ക് വേണ്ടിയിട്ട് അച്ഛൻ്റെ തൊഴുത് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് വന്നിട്ടുള്ളത്, പിന്നെ ശയനപ്രദക്ഷിണം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് ദീപ പറയുന്നുണ്ട്, എന്തിനാ പ്രകാശേട്ട അതൊക്കെ ചെയ്തത്, പ്രകാശേട്ടന് വയ്യാത്തതല്ലേ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുകയാണ്. അതൊന്നും സാരില്ല, അതുകൊണ്ട് തന്നെ നിനക്കൊരു കുഴപ്പവും വരില്ല, നിനക്ക് നല്ലത് മാത്രമേ വരുള്ളൂ, നമുക്ക് ഇനി നീ ജീവിതത്തിലേക്ക് തിരികെ വരിക, നമുക്ക് ഒന്നിച്ച് സന്തോഷത്തോട് ജീവിക്കാടി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പ്രകാശനെ ഒന്ന് നോക്കുന്നുണ്ട്, പ്രകാശൻ്റെ ആ കൈ നമ്മുടെ ദീപ ഒന്ന് പിടിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് കണ്ണുകൾ അങ്ങനെ അടഞ്ഞു പോകണം, കണ്ണിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോഴേക്കും കണ്ണടയുകയും ചെയ്യുന്നുണ്ട്. പ്രകാശൻ പെട്ടെന്ന് ആ പ്രകാശന്റെ കയ്യിൽ നിന്ന് ആ കൈ നേരെ താഴത്തേക്ക് വീഴുകയാണ്. അപ്പോഴേക്കും കല്യാണിക്ക് ചെറിയൊരു സംശയം. അപ്പൊ കല്യാണി വേഗം തന്നെ അവിടെ നിന്നിരുന്ന നഴ്സിനെ മാടി വിളിക്കുകയാണ്, വേഗം വാ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും നഴ്സ് വന്നിട്ട് അവരോട് രണ്ടുപേരോടും പുറത്തേക്ക് പോകാൻ പറയുന്നുണ്ട്. അപ്പൊ കല്യാണി അപ്പോഴേക്കും കരച്ചിൽ തുടങ്ങി. പ്രകാശൻ പറയുന്നുണ്ട്, ഇല്ല മോള് പേടിക്കേണ്ട, അമ്മയ്ക്കൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അവിടേക്ക് രണ്ട് ഡോക്ടർമാർ ഓടിയെത്തുകയാണ്. ഡോക്ടർ ഒക്കെ നോക്കുന്നുണ്ട്. കല്യാണിയുടെ ആ ഒരു വെപ്രാളവും കാര്യങ്ങളും കാണുമ്പോൾ നമ്മുടെ കിരൺ ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, എന്നോട് സംസാരിച്ചുകൊണ്ട് നിൽക്കായിരുന്നു, പെട്ടെന്ന് എന്തോ പൾസൊക്കെ നിലച്ചതുപോലെയെന്ന് ഇങ്ങനെ തോന്നുന്നുണ്ട്, അതൊന്നും കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, അതിനൊന്നും പ്രശ്നം ഉണ്ടാവില്ല, മോള് കരയണ്ടെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. എന്തായാലും ഡോക്ടർ വന്ന് പരിശോധിച്ചതിന് ശേഷം മരിച്ചു എന്ന് ഉറപ്പ് വരുത്തുകയും പിന്നെ ഡോക്ടർ പുറത്തേക്ക് വന്നിട്ട് അവരോട് പറയുന്നുണ്ട്, ചില മരണങ്ങളെ അസുഖം വല്ലാതെ കൂടി നിൽക്കുന്ന സമയത്ത് ഒരു പക്ഷേ അവർ നല്ല രീതിയിൽ സംസാരിക്കുകയും ചിരിക്കുകയും അതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യും. നമ്മൾക്ക് തോന്നും അത് അവരതിൽ നിന്നും റിക്കവറായി എന്ന് തോന്നും, പക്ഷേ അതൊരു പക്ഷേ മരണത്തിലേക്കുള്ള പോക്കായിരിക്കും. അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുന്ന കിരൺ ചോദിക്കുന്നുണ്ട്, മേഡം എന്താ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത്, അതെ ദീപ അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോ, ദീപ മരിച്ചു എന്ന് പറയുകയാണ്. അങ്ങനെ ആ ഹോസ്പിറ്റല് പൊളിച്ചടക്കുന്നുണ്ട്. നമ്മുടെ കല്യാണി കരഞ്ഞുകൊണ്ട് തന്നെ. പ്രകാശനായാലും സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പ്രകാശനും അവിടെ ഒരു ബെഞ്ചിൽ ഇങ്ങനെ പോയി തളർന്ന് ഇരിക്കുകയാണ്. അതിനുശേഷം വീട്ടിലുള്ളവരെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ രതീഷ് അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ കാദംബരി എവിടേക്ക് വരുന്നുണ്ട്. കാദംബരിയോട് രതീഷ് പറയാണ്, നമുക്ക് എന്തായാലും കല്യാണിയുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ, എന്തിനാ കല്യാണിയുടെ വീട്ടിലേക്ക് പോകണേ, നമുക്ക് ഹോസ്പിറ്റലിലേക്കല്ലേ പോകേണ്ടത്, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയതാണ്, അതറിയില്ല, നിന്നോട് കല്യാണി പറഞ്ഞിട്ടുണ്ട് വീട്ടിലേക്ക് ചെല്ലാനായിട്ട്, എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് പോവാം ഹോസ്പിറ്റലിലേക്ക് എന്ന്. ശരി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും രതീഷ് വേഗം തന്നെ കാദംബരിയെ കല്യാണിയുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ലക്ഷ്മിയും കാർത്തികയും കൂടി അവിടേക്ക് വരികയാണ്. വന്ന പാടെ തന്നെ ചന്ദ്രസേനൊക്കെ അവിടെയുണ്ട്. ചന്ദ്രസേനൻ ചോദിക്കുന്നുണ്ട്, എന്താ ദീപയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ, ഒരു കുഴപ്പമില്ല, നിങ്ങൾ അകത്തേക്ക് പൊക്കോ എന്ന് പറഞ്ഞ് അങ്ങനെ അകത്തേക്ക് പോകുന്നുണ്ട്. അവരങ്ങനെ ചിരിച്ചങ്ങനെ അകത്തേക്ക് പോവുകയും ചെയ്യുകയാണ്. അപ്പോൾ വീണ്ടും നമ്മുടെ ചന്ദ്രസേനൻ ഇങ്ങനെ സങ്കടപ്പെടുന്നുണ്ട്, ലക്ഷ്മിക്ക് കൊള്ളേണ്ട കുത്താണ് ദീപ, ലക്ഷ്മിയെ മാറ്റി അത് ഏറ്റുവാങ്ങിയത്, അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ള കാര്യമൊക്കെ അങ്ങനെ രതീഷിനോട് പറയുകയും ചെയ്യുകയാണ്. ആ സമയത്ത് തന്നെയാണ് അവിടേക്ക് ആംബുലൻസ് വരുന്നത്. അങ്ങനെ ആംബുലൻസ് വരണ കാണുമ്പോൾ ആദ്യം തന്നെ ഓടിയെത്തുന്നത് ഒന്നും അറിയാതെ നിന്നിരുന്ന ലക്ഷ്മിയും അതുപോലെ കാർത്തികയുമാണ്. അവർ ആംബുലൻസിൻ്റെ മുന്നിൽ തന്നെ ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ട്. ദീപയുടെ ഫോട്ടോ ഒട്ടിച്ച് ദീപ 52 എന്നിങ്ങനെ എഴുതിയ കാണുമ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അവർ വിട്ട് കരഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ അതിന് പുറകെയായിട്ട് അവിടേക്ക് കാദംബരിയും വരികയാണ്. കാദംബരിയും തൻ്റെ അമ്മയുടെ ഫോട്ടോ കണ്ട് പൊട്ടിക്കരഞ്ഞ് അങ്ങനെ എല്ലാവരും ആ ആംബുലൻസിലെ ആ ബാക്കിലേക്ക് അങ്ങനെ ഓടിച്ചെല്ലുകയാണ്. അപ്പോൾ അമ്മയെ പുറത്തെടുക്കുന്ന കാഴ്ച കണ്ട് കാദംബരിയായാലും കല്യാണിയായാലും പൊട്ടിക്കരയുന്നുണ്ട്. കാദംബരിയെ രതീഷ് പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കല്യാണിയെ പിടിച്ചിട്ടൊന്നും കിട്ടുന്നില്ല നമ്മുടെ കിരൺ ഒരു വിധത്തിൽ ഒതുക്കി പിടിച്ചിങ്ങനെ നിർത്തുകയാണ്. എഴുന്നേൽക്ക് അമ്മ, എഴുന്നേൽക്ക്, കണ്ണടച്ച് കിടക്കലമ്മ, എഴുന്നേൽക്ക് അമ്മ എഴുന്നേൽക്ക് അമ്മ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ട് അങ്ങനെ കരയൊക്കെ ചെയ്യുന്നുണ്ട്.
അങ്ങനെ അതിന് ശേഷം അവർ നേരെ അകത്തേക്ക് കൊണ്ട് കിടത്തുകയും അതുപോലെ തന്നെ അവരെല്ലാവരും ചുറ്റിലിരിക്കുന്നുണ്ട്. പ്രകാശൻ തളർന്ന് തവിട്ട് പൊടിയായിട്ടുണ്ട്. പ്രകാശനാകെ കുറ്റബോധമാണ്. ഇത്രയും നാളും ഒരു മനസമാധാനം എന്ന് പറയുന്നത് താൻ കൊടുത്തിട്ടില്ല ദീപയ്ക്ക്. ഇപ്പോൾ ഒരു സന്തോഷത്തോടുകൂടി വന്ന സമയത്ത് ഇങ്ങനെയുമായി എന്നുള്ളൊരു കുറ്റബോധമൊക്കെ ആയിട്ട് പ്രകാശൻ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ചന്ദ്രസേനൻ പ്രകാശനെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും? ഒരു തരത്തിലും ഒരു സമാധാനവും കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പിന്നെ വേറൊന്നും ഇതാക്കുന്നില്ല. പോലീസ് വന്നിട്ട് വിക്രത്തിനോട് പറയുന്നുണ്ട്, എടാ നിന്റെ അമ്മ മരിച്ചു, നിനക്ക് പോകണ്ടേ, നിനക്ക് ആ അമ്മയ്ക്ക് വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്യണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ആ സമയത്ത് ദുഷ്ടയായ വിക്രം പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, അതെ എനിക്കിത് കേട്ടിട്ട് ചിരിയാണ് വരുന്നതെന്ന് പറയുമ്പോൾ പോലീസ് പറയുന്നുണ്ട്, ഇതുപോലൊരു മോനെ ഒരാൾക്കും കിട്ടില്ലടാ എന്ന് പറയാണ്. അതെ എനിക്ക് അവർ മരിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള വിഷമോ കാര്യമോ ഒന്നുമില്ല. കാരണം എന്നെ വിട്ടിട്ട് അവരുടെ പെൺമക്കളുടെ ഒപ്പം സുഖം തേടി പോയവരാണ്. അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല അവർ മരിച്ചു, എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പോലീസ് തന്നെ അന്തം വിട്ടു പോയി, നീ പോയിട്ട് കാര്യമില്ലടാ, നീ ആ അമ്മയ്ക്ക് അന്ത്യകർമ്മം ചെയ്തു കഴിഞ്ഞാൽ ആ അമ്മയുടെ ആ ഒരു ആത്മാവിന് ശാന്തി കിട്ടില്ലടാ, അതിലും ഭേദം നീ ഇവിടെ തന്നെ കിടക്ക, ദുഷ്ടൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോലീസിന് വരെ അവനെ കൊല്ലാനുള്ള ദേഷ്യക്കായിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. എന്തായാലും ഉടനെ തന്നെ രാഹുലും അതുപോലെ തന്നെ മനോഹറും ഈ ഒരു കാര്യം അറിയുകയാണ്. മനോഹർ അറിഞ്ഞ ഉടനെ തന്നെ വിക്രത്തിനോട് പറയുന്നുണ്ട്, എടാ ദുഷ്ട, എത്രയായാലും നിന്റെ പെറ്റമ്മയല്ലടാ. അപ്പോൾ ഒരു അമ്മയോ സ്വന്തമായ ഒരു അമ്മയോ അച്ഛനില്ലാത്തൊരു വിഷമം ശരിക്കും നമ്മുടെ മനോഹറിനുണ്ട്. പിന്നെ തന്നെയല്ല ഇപ്പോൾ മനോഹറിന് നല്ല മാറ്റങ്ങളും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. നല്ലൊരു മനുഷ്യനായിക്കൊണ്ടിരിക്കും ഇപ്പോൾ ശരിക്കും മനോഹർ. അപ്പോൾ വിക്രത്തിനോട് പറയുന്നുണ്ട്, എടാ ദുഷ്ട, എത്രയായാലും നിന്റെ അമ്മയല്ലടാ, നീ ഈ അമ്മ മരിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ സന്തോഷിക്കാൻ പാടില്ല. നീ ചെന്ന് ശരിക്കും നിന്റെ അമ്മയ്ക്ക് വേണ്ട കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതല്ലടാ. എടാ എത്രയായാലും നിന്റെ അമ്മയാണ്. നീ ചെയ്യുന്ന ഈ തെറ്റുകൾക്കൊക്കെ നീ ഓരോ തെറ്റുകളും കൂടുതലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീ മരിച്ചു പോയ നിന്റെ അമ്മ നിന്റെ തലയ്ക്ക് നേരെ നിന്ന് നിന്നെ ശപിക്കോളടാ, നോക്കിക്കോടാ, നീ ഒരിക്കലും ഗതി പിടിക്കില്ലടാ. നീ ഇനിയും നീ അപകടത്തിലേക്കായിരിക്കും നിന്റെ പോക്ക്. അവരുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടാണ് നീ അവർ പോയിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ അവനിങ്ങനെ നല്ല രീതിയിൽ വിക്രത്തിനിങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ രാഹുൽ പറയുന്നുണ്ട്, ഓ അവനിപ്പോൾ ആരിത് പറയാനായിട്ട്, നീ വിഷമിക്കൊന്നും വേണ്ട, അവന് അച്ഛനും ഇല്ല അമ്മയും ഇല്ല, തന്തയില്ലാത്തവനാണ് അവൻ, എന്നിട്ടാണ് അവൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. നീ കാര്യമൊന്നും ആക്കണ്ട, എങ്ങനെ അവരുടെ ജീവിതത്തിൽ ഓരോരുത്തരെ അങ്ങനെ കൊഴിയണം. അപ്പോഴാണ് ആ കല്യാണിക്കും കിരണിനും അവർക്കൊക്കെ വിഷമം വരുള്ളൂ. പിന്നെ ഇവന് പറയുന്നത് ഇവനെ ഞാൻ കൊല്ലും, ഇവന് ഈ ജയിലിൽ വെച്ച് തന്നെ ഞാൻ കൊല്ലും എന്നൊക്കെ രാഹുൽ അങ്ങനെ വിക്രത്തിനോട് പറയുന്നുണ്ട്. എന്തായാലും കാര്യങ്ങളൊക്കെ നമ്മുടെ താരയും അതുപോലെ തന്നെ സരയു അറിയുകയാണ്. അപ്പം താരയ്ക്ക് വിഷമം സഹിക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് സരയു പറയുന്നുണ്ട്, എനിക്ക് ഈ ഒരു വാർത്ത കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്തായാലും എനിക്ക് ആരോടും ഇപ്പോൾ ഒരു ദേഷ്യവുമില്ല. എനിക്ക് കൊല്ലാനുള്ള ദേഷ്യം അവൻ ആ ജയിലിൽ കിടക്കുന്നവനോട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചത് കിരണിൻ്റെയൊക്കെ പിടിപ്പുകേട് തന്നെയാണെന്ന് ഞാൻ പറയും. കാരണം അവൻ ജയിലിൽ നിന്നും പുറത്തു ചാടി, ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു ചാടിയതിന് ശേഷം ഇവർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാമായിരുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരില്ലായിരുന്നു. അതിന് ഞാൻ കിരണിനെ തന്നെ കുറ്റം പരത്തുകയുള്ളൂ എന്നിങ്ങനെ നമ്മുടെ സരയു നല്ല ഇതിൽ തന്നെ ഇങ്ങനെ താരയോട് പറയുന്നൊരു ഭാഗമൊക്കെയാണ് എന്തായാലും നാളെ കാണാൻ പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്